കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ കനത്താൽ കക്കയം ഡാം ഇന്ന് തുറക്കുമെന്നാണ് അറിയുന്നത്. കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് ജില്ലയിൽ പൊതുവെ ഇപ്പോൾ മഴയുടെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് എസ് കെ. കോഴിക്കോട് ജില്ലയിൽ തോരാത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് അവസ്ഥ. നമുക്കൊരു ദൃശ്യങ്ങളിലേക്ക് മാത്രം പോയാൽ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. നഗരത്തിലെ ബട്ട് റോഡ് ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാധാരണ പ്രഭാത സവാരിക്ക് നിരവധി പേർ എത്തുന്ന, കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ എത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വിജനമായി കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. ബീച്ചിലേക്കുള്ള ദൃശ്യങ്ങൾ ഒന്ന് പ്രവീൺ ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ കാണാം. കലിതുള്ളിക്കൊണ്ട് കടൽ കയറി വരുന്നു. ബീച്ചിലേക്ക്, അതായത് കടൽ തീരം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ബട്ട് റോഡ് ബീച്ചിനകത്തും വെള്ളക്കെട്ടുകൾ വലിയ തോതിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. എസ് കെന് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. വലിയ രീതിയിൽ വെള്ളക്കെട്ട്, ഒരു പാർക്ക് പൂർണ്ണമായും ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത വിധത്തിലേക്ക് മഴവെള്ളക്കെട്ടുകളുമായി നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ, ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കക്കയം ഡാം ഏത് സമയത്തും തുറന്നേക്കും. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇതേ സാഹചര്യമാണ് പെരുവണ്ണാമൊഴിയിലും. കാരണം കോഴിക്കോട് ജില്ലയിലെ പുഴകളെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതായത് കല്ലായിപ്പുഴയായാലും ചാലിയാറായാലും ഇരുവഞ്ചിപ്പുഴയായാലും എല്ലാം സമാനമായ സാഹചര്യമാണ്. കനാലുകളുടെയും സാഹചര്യം അതുതന്നെയാണ്. 2 താലൂക്കുകളിലായി, അതായത് കോഴിക്കോടും കൊയിലാണ്ടി താലൂക്കുകളിലായി 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ആരംഭിച്ചു. മഴ ഇതുപോലെ തുടരുകയാണെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അനിവാര്യമാകും. കാരണം വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും കനത്ത മഴ. മലയോര മേഖലയിലാണെങ്കിൽ കാട്ടിനകത്ത് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടാകുന്നതായ സൂചനയുണ്ട്. കാരണം മലവെള്ളപ്പാച്ചിലിൽ വലിയ രീതിയിലുള്ള മണ്ണിൻ്റെ നിറം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മലയോരത്ത് മലയ്ക്ക് മുകളിൽ മണ്ണിടിയുന്നു എന്നുള്ളതാണ്. അതൊരു അപകട സൂചനയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം, തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് ആരും തന്നെ പോകാൻ പാടില്ല. കർശന നിർദ്ദേശമാണ് കോഴിക്കോട് നൽകിയിരിക്കുന്നത്. കാരണം കക്കയം ഡാം ഏത് നിമിഷവും തുറന്നേക്കാം ജലനിരപ്പ് ഉയർന്നാൽ. എസ് കെ എൻ. താങ്ക് യു ദീപക് തർമ്മടം.